എന്തും സംഭവിക്കാം. ഒരുപക്ഷെ കനത്ത വീഴ്ച. ഉണ്ണി മുകുന്ദൻ നിർണായക ഘട്ടത്തിൽ. സിനിമാ രംഗത്ത് ഉണ്ണി മുകുന്ദന്റെ കരിയർ ഗ്രാഫ് എപ്പോഴും വലിയ ചർച്ചയാകാറുണ്ട്. ഉയർച്ച താഴ്ചകൾ ഉണ്ണിക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. താരപദവി ലഭിക്കാൻ വേണ്ടി ഉണ്ണി ഏറെ പ്രയത്നിച്ചതാണ്. മാർക്കോ സൂപ്പർ ഹിറ്റായതോടെ ഉണ്ണിക്ക് താരസിംഹാസനം നൽകാൻ ആരാധകർ തയ്യാറായി. എന്നാൽ ഇതുപോലൊരു ഹിറ്റ് ലഭിച്ചിട്ടും ഉണ്ണിക്ക് കരിയറിലെ തടസ്സങ്ങൾ നീങ്ങുന്നില്ല എന്നാണ് പൊതുവിൽ ഉയരുന്ന അഭിപ്രായം. മാർക്കോയ്ക്ക് ശേഷം ഗെറ്റ് സെറ്റ് ബേബിയാണ് ഉണ്ണിയുടേതായി പുറത്തിറങ്ങിയ സിനിമ. ഇത് പരാജയപ്പെട്ടു. മാർക്കോയ്ക്ക് ശേഷം വലിയ പ്രൊജക്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു. മാർക്കോയുടെ രണ്ടാം ഭാഗവും തുടങ്ങാനിരുന്നതാണ്. എന്നാൽ പ്രഖ്യാപിച്ച സിനിമകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് വന്നില്ല. മാർക്കോയുടെ നിർമ്മാതാക്കളുമായി ഉണ്ണി തെറ്റിപ്പിരിഞ്ഞെന്ന് റിപ്പോർട്ടുകൾ വന്നു. മാർക്കോയുടെ നിർമ്മാതാവ് ഷെരീഫും ഉണ്ണിയും ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തു. മാർക്കോയുടെ രണ്ടാം ഭാഗത്തിൽ താനില്ലെന്ന് ഉണ്ണി വ്യക്തമാക്കുകയും ചെയ്തു. മാളികപ്പുറം ഹിറ്റായ ശേഷവും പല സിനിമകളും ഉണ്ണിയുടെ പേരിൽ പ്രഖ്യാപിച്ചതാണ്. ഇവയിൽ ചിലത് നടന്നില്ല. മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിയുടേതായി പ്രഖ്യാപിച്ച എല്ലാ സിനിമകളും റദ്ദായി എന്നാണ് നേരത്തെ പുറത്തുവന്ന വിവരം. ഉണ്ണി മുകുന്ദനൊപ്പം മുമ്പ് പ്രവർത്തിച്ച മേർക്കസും പിന്നീട് നടനുമായി തെറ്റിപ്പിരിഞ്ഞെന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വാർത്ത വന്നു. വലിയ ചർച്ചയായെങ്കിലും ഇതേക്കുറിച്ച് നടൻ പ്രതികരിച്ചിട്ടില്ല. ഗന്ധർവ ജൂനിയർ എന്നൊരു സിനിമ നേരത്തെ ഉണ്ണിയെ വെച്ച് അനൗൺസ് ചെയ്തിരുന്നു. സിനിമയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെങ്കിലും പിന്നീട് ഒരു വിവരവുമില്ല. ഉണ്ണി മുകുന്ദനെ നായകനാക്കി വൈശാഖ് ഉദയകൃഷ്ണ ചെയ്യാനിരുന്ന വമ്പൻ പ്രൊജക്റ്റായിരുന്നു ബ്രൂസി. മാർക്കോയ്ക്ക് ശേഷം ബ്രൂസിയുടെ അപ്ഡേറ്റുകളൊന്നും വന്നില്ല. ഉണ്ണി മുകുന്ദൻ, അപർണ ബാലമുരളി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അരുൺ ബോസ് സംവിധാനം ചെയ്ത മിണ്ടിയും പറഞ്ഞുവെന്ന സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായിട്ട് ഏറെക്കാലമായി. എന്നാൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. വൈകാതെ റിലീസ് ഉണ്ടാകുമെന്നാണ് വിവരം. നവംബർ 9 എന്ന സിനിമ 2023 പ്രഖ്യാപിച്ചതാണ്. പക്ഷേ പിന്നീട് വിവരമൊന്നുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയെടുക്കുന്ന മാവന്തയാണ് ആരാധകർ കാത്തിരിക്കുന്ന ഉണ്ണി മുകുന്ദൻ ചിത്രം. എന്താണ് ഉണ്ണിയുടെ കരിയറിൽ സംഭവിച്ചതെന്ന് വ്യക്തമായി പറയാൻ ഉണ്ണിക്കും നടന്റെ പ്രഖ്യാപിച്ച സിനിമകളുടെ മേക്കേഴ്സിനും മാത്രമേ കഴിയൂ. അവർ അഭ്യൂഹങ്ങളോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല.